അല്ലേ വിശ്രമാവേ അങ്ങനെയൊക്കെ ഇത് പോയി ഒറ്റക്കേ ഉള്ളൂ ഇവിടെ കടന്നു പോയാലേ വീടെടുത്ത് എന്റെ നമ്പുരാനെടുത്ത് എന്താ ക്ഷേമം കൂടാതെ ഇരിപ്പിടത്തിൽ അക്കിത്തളാന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അന്നന്ന് പുറപ്പെടുന്നത്. ഞാൻ അനുഭവിച്ച ഉച്ചിഷ്ടം ഔഷധം അമൃതത്തിലെ ക്ഷീരം കൊടുക്കുക പോലനം കൊടുക്കുക എവിടുന്നാ കൊടുത്തിരി എപ്പാ കൊടുത്തത് അതേണ്ടേ കാണിക്കാരന്റെ പട്ടോലിയിലുണ്ട് അതൊക്കെ വിടുക വർഷരിക്കടവാകാരം ഈ ബന്ധം എങ്ങനെയാക്കുക മുത്തപ്പനോടുള്ള ഭക്തിയും ബഹുമാനവും അല്ലെ അന്നം പകരുന്ന ദേവൻ തന്നെയല്ലേ മുത്തപ്പൻ അതിമധുരമായിരിക്കുന്ന അന്നം പകർന്ന് വിദ്യ കൊടുത്തും ധനം കൊടുത്തും ഐശ്വര്യം കൊടുത്തും ആയുസ് കൊടുത്തും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അയ്യങ്കരയിൽ നിന്ന് ഞാൻ പൊന്മകനായിട്ട് അവതരിച്ച് ദുഃഖങ്ങളെയൊക്കെ നീക്കിയത് ദുഃഖങ്ങളെ നീക്കിയിട്ടില്ലേ മുത്തപ്പനായി ഇതുപോലെ കാണാൻ പറ്റിയത് നിങ്ങൾക്ക് അയ്യങ്കര വാഴുന്ന നല്ലമ്മ പാടിക്കുട്ടി അതൊക്കെ മുത്തപ്പൻ പറയാ അയ്യങ്കര വാഴുന്ന പാടിക്കുട്ടി നല്ലമ്മ കരഞ്ഞ കാലത്താണ് ഇങ്ങനെയൊരു അവതാരം ഉണ്ടായത് ഭൂമിയിൽ. അങ്ങനെ എപ്പോഴാ മുത്തപ്പൻ ഈ ക്ഷീരം കുടിച്ചിനി അതും പറയണ്ടേ ഞാൻ കുടിച്ചതായ ക്ഷീരത്തിന്റെ കാര്യം പറയണ്ടേ എപ്പോഴാ കുടിച്ചിനി നിങ്ങളെപ്പോലൊരു ബാല്യകാലം മുത്തപ്പനുണ്ട് ഇല്ലേ വിധങ്ങളെ ഇതുപോലെയാണോ ആദ്യമേ അല്ല നിങ്ങളെപ്പോലൊരു ബാല്യകാലം മുത്തപ്പനുണ്ട് വീടുമായിട്ട് ഈ വിശ്വരൂപത്തെ അവതരിക്കുന്നതിന് മുമ്പായിട്ട് അയ്യങ്കരവാടുന്ന നല്ലമ്മ പാടിക്കുറ്റി ഉത്രദുഃഖത്താൽ കരഞ്ഞു. അത് കേൾക്കാൻ അല്ലേ കാത് വേണം ഇങ്ങനെ കാത് കൊണ്ട് കേട്ടാ പോരെ എന്തിനാ തന്റെ വിശേഷങ്ങളൊക്കെ അതിലേക്ക് പകർത്തുന്നത് ഇതുകൊണ്ട രൂപം പകർത്താൻ പോരെ അടുക്കളയിൽ ചെന്നാൽ പ്രകാരം കേൾക്കണം അടുക്കളയിൽ വെച്ചോളം പോലെ വേണ്ടത് അല്ലേ ആണല്ലയാ ഇത് കലിയുഗാന്ന് അല്ലേ അല്ലേ ആണല്ലയാ കലിയുഗല്ലേ എന്റെ രൂപം